ഖബറുകൾ പോകുന്നു. പേരെന്താ? സിയാറത്ത്. സിയാറത്തിനെ എതിർക്കുന്നവരാ വഹാബികള്. സിയാറത്ത് പാടില്ല എന്ന് പറയുന്ന കൂട്ടക്കാർ കിൽത്താനിൽ വന്നിരിക്കുന്നു, ദ്വീപിൽ വന്നിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചവരോട് പറയുകയാണ്, ഞങ്ങൾ സിയാറത്തിനെ എതിർക്കുന്നവരല്ല. ആ ഖബർ പോയി കാണണമെന്ന് ഖബറാളി മുസ്ലിമാണെങ്കിൽ ആ ഖബറാളിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഖബറുകൾ പോകാം, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നേ പറയുന്നുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തോളൂ. നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ അവർക്കും ഗുണം കിട്ടും, നമുക്കും ഗുണം കിട്ടും. ഇനിയോ നമുക്ക് വേറെയും ഗുണങ്ങളുണ്ട്. അതെന്താ? ഒരു ഖബർ കാണുമ്പോൾ ഏത് കടുത്തുറച്ച മനസ്സിൻ്റെ ഉടമയുടെയും കണ്ണിൽ നിന്ന് ഇത്തിരി ഒരു കണ്ണുനീര് വരും. എൻ്റെ പ്രിയപ്പെട്ടവളല്ലേ കിടക്കുന്നത്, എൻ്റെ നാട്ടുകാരനായിരുന്നില്ലേ, എൻ്റെ ബന്ധപ്പെട്ടവരായിരുന്നില്ലേ, എപ്പോൾ മരിച്ചാലും ഞാനും വന്ന് കിടക്കേണ്ടതല്ലേ? ആരാണവർക്ക് ഖബറിൽ കൂട്ടിനുള്ളത്? അവർ ചെയ്ത അമലല്ലാതെ മറ്റൊന്നുമില്ലാതെ അവർ ഖബറിൽ കഴിയുകയല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഒന്ന് നന്നാക്കണം, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തണം, നോമ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും എൻ്റെ റബ്ബിനെ അനുസരിച്ച് ഞാൻ ജീവിച്ചാലേ ഈ ഇരുട്ടറയിൽ എനിക്ക് വെളിച്ചം കിട്ടൂ. ആ ചിന്തക്കൊക്കെ നല്ലതാണ് ഖബർ പോയി കാണൽ. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. അതേ അവസരത്തിൽ കിളുത്തനിലെ കുളിക്കരയിൽ പോകുന്നതെന്തിനാ? ദർഗയിൽ പോകുന്നതെന്തിനാ? അമ്മേനി പോയവരുടെ മക്ബറയിൽ പോകുന്നതെന്തിനാ? അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണോ? അതോ അവരെ വിളിച്ച് നമ്മുടെ കാര്യം പറഞ്ഞ് നേടാനാണോ? ഇതാ വ്യത്യാസം. ഈ വ്യത്യാസം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഖബർ സിയാറത്ത് എന്ന് പേരിടുക, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഖബർ സിയാറത്തിൽ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാ പഠിപ്പിച്ചത്. ഇവര് സിയാറത്ത് എന്ന് പേരിടുക, എന്നിട്ട് നാടുതോറും ദർഗകൾ കയറി ഇറങ്ങുക. കുളിക്കരെ എന്താ പേരിട്ടോളി, അവിടെയൊക്കെ കയറി ഇറങ്ങുക, എന്നിട്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക. ഇതെങ്ങനെ സഹോദരന്മാരെ? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ആ നബിമാരുടെ പാതയിൽ ഇതുണ്ടോ? സിദ്ദീഖീങ്ങളുടെ പാതയിൽ ഇതുണ്ടോ? ഖബറിങ്ങൾ പോയിട്ട് അവരോട് ചോദിക്കൽ അത് പാടില്ലാത്തതാണ്. അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ അതാ ഖബറിന്മേൽ തൊടുന്നു, മുത്തുന്നു. എന്തിനാണ് ഖബറിന്മേൽ തൊടുന്നത്? വെറുതെ കല്ലുമ്മ തൊടാൻ പൂതിയായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ പൊരൻ്റെ ചുമരുമ്മ തൊട്ടാ പോരെ. അപ്പൊ എന്തോ ആ തൊടലിനൊരു പ്രത്യേകതയുണ്ട്. വിളക്ക് കൊളുത്തുന്നു, കണ്ണ് കാണാൻ വേണ്ടിയാണോ? അത് നിങ്ങളെ പൊരയിലുള്ള ഖബർ വീട്ടിൻ്റെ റൂമിൽ ഇരുട്ടറയിൽ കത്തിച്ചാ പോരെ. എന്തിനാ അവിടെ പോയി വിളക്ക് കൊളുത്തുന്നത്? ജാറം മൂടുന്നു. എന്തിനാണ് അവിടെ ജാറം മൂടുന്നത്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവിടെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നത്? എന്തിനാണ് ഖബർ ചുംബിക്കുന്നത്? എന്തിനാണ് ഖബറിന്മേൽ സുജൂദിന്റെ കോലത്തിൽ നെറ്റിവെക്കുന്നത്? എന്തിനാണ് അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ നേർച്ച നേരുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നത്? പറയൂ പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് കാര്യം നേടാനല്ലേ? അങ്ങനെ ഖബറാളികളോട് പോയിട്ട് കാര്യം നേടുന്ന ആ മാർഗം മുത്തു മുസ്തഫ എവിടെ പഠിപ്പിച്ചു? ഏത് ഖബറിനാണ് മുത്തു മുസ്തഫ മുത്തം കൊടുത്തത്? ഏത് ഖബറിനാണ് അള്ളാന്റെ റസൂല് പച്ച പുതച്ചത്? ഇനി കളറിന്റെ പേരിൽ തർക്കിക്കണ്ട. പട്ട് പുതച്ചാലും ചോപ്പ് പുതച്ചാലും മഞ്ഞ പുതച്ചാലും മുത്തു മുസ്തഫയുടെ കാലത്ത് എത്രയോ സഹാബികളെ മറമാടിയിട്ടില്ലേ? ബദരീങ്ങളിൽപ്പെട്ട പലരെയും മുത്തു മുസ്തഫയുടെ കാലത്ത് മറമാടിയില്ലേ? ഉഹദ് ശുഹദാക്കളെ മറമാടിയില്ലേ? അള്ളാന്റെ റസൂലോ സഹാബത്തോ ഏത് ബദരീങ്ങളുടെ ഏത് ഉഹദ് ശുഹദാക്കളുടെ ഖബറിന്റെ പുറത്താണ് വിളക്ക് കത്തിച്ചു വെച്ചത്, പച്ചപ്പട്ട് മൂടിയത്, ആ ഖബറിന്മേൽ തൊട്ടുമുത്തിയത്, ആ ഖബറിന് ചുംബനം കൊടുത്തത്, അവിടെ ഒരു പെട്ടി സ്ഥാപിച്ചിട്ട് അതിൽ സ്വർണവും വെള്ളിയും ഇട്ടത് ഏത് ഖബറിന്റെ സമീപത്താണ്? അള്ളാന്റെ റസൂലിന്റെ കാലത്തൊരു നേർച്ചപ്പെട്ടി വെക്കാൻ എന്തേ ഒരു മരക്കുറ്റിക്ക് ക്ഷാമമുണ്ടായിട്ടാണോ? ഒരു തുണിക്കഷ്ണം കിട്ടാഞ്ഞിട്ടാണോ?
എന്തേ ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്തേ ഉപ്പമാരെ നിങ്ങൾ ആലോചിക്കാത്തത്? മുജാഹിദുകളെ കുറിച്ച് തെറി പറയുമ്പോ അത് മുസ്ലിയാക്കൾ അവരുടെ ലക്ഷ്യനേർത്തീകരണത്തിന് വേണ്ടി പറയാണ്. നിങ്ങൾ പോകുന്ന ഖബറിലേക്ക് നിങ്ങൾ പോകുമ്പോ ഈ വിലക്ക് ഏർപ്പെടുത്തി നിങ്ങളെ പറ്റിച്ച ഒരു മുസ്ലിയാരും കൂടെ വരൂല കേട്ടോ. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ അല്ലാഹുവിനോട് തേടുന്ന ആ അമ്പിയാക്കളുടെ പാതയിൽ അവരേത് ഖബറിന്മേലാണ് പട്ടുമൂടിയത് കാണാൻ കഴിയൂല. വിളക്ക് കൊളുത്തുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. തൊട്ടുമുത്തുന്ന സമ്പ്രദായം മുഹീദ്ദീൻ ശൈഖ് വരെ പറഞ്ഞു അത് ആദത്തുൻ നസാറ, അത് യഹൂദികളുടെയും നസ്രാനികളുടെയും സംസ്കാരമാണ്. ഖബറിൽ തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്, അതപോടെ വിട്ടു നിൽക്കണം എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറുള്ള മദീനത്ത് പോയാൽ പോലും നിങ്ങൾ അതിൻ്റെ ചുമരുകളിലോ ഗ്രിൽസുകളിലോ തൊടലോ തടവലോ ഒക്കെ ബറക്കത്താണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ട് അതൊക്കെ ശരിയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിന് തയ്യാറാവല്ലേ? ബറക്കത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് തന്നതിലേ ബറക്കത്തുള്ളൂ. അതുകൊണ്ട് അതബോടെ വിട്ടു നിൽക്കണേ എന്നല്ലേ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഈ വിധത്തിൽ ഖബറുകളുടെ കാര്യങ്ങളിൽ അവരിങ്ങനെ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചു.